ഒരു പുഴ കരകവിഞ്ഞൊഴുകുന്നതോ വെള്ളപ്പൊക്കമോ ഒന്നും കോഴിക്കോട്ടുകാർക്കോ മലയാളികൾക്കോ ഒട്ടും അപരിചിതമല്ല. പ്രത്യേകിച്ച് കോഴിക്കോട് കണ്ണാടിക്കലിലുള്ള വീട്ടുകാർക്ക് വീട്ടുപടിക്കൽ വരെ പൂനൂർ പുഴ കടന്നെത്താറുള്ളത് സ്വാഭാവികമായ അനുഭവമാണ്. ജീവിത പ്രയാസങ്ങളോട് പൊരുതി വളർന്നവനാണ് അർജുൻ. കുടുംബം പുലർത്താൻ 23-ാമത്തെ വയസ്സിൽ വലിയ വാഹനത്തിന്റെ വളയം പിടിച്ചു തുടങ്ങിയതാണ്. കോഴിക്കോട് കിണാശ്ശേരിയിലുള്ള മനാഫിന്റെയും മുനീബിന്റെയും ലോറിയാണ് 8 വർഷത്തോളമായി അർജുൻ ഓടിക്കുന്നത്. മിക്കവാറും ഒറ്റയ്ക്കായിരുന്നു ഈ ദൂരയാത്രകൾ അത്രയും. ഈ മാസം 8-ന് ബെൽഗാമിലെ കൂപ്പിൽ തടിയെടുക്കാൻ പോയതും ഒറ്റയ്ക്ക് തന്നെയാണ്. കോട്ടയ്ക്കലിൽ നിന്ന് മൈസൂരുവിലേക്കും അതുവഴി കുശാൽ നഗറിലേക്കും അവിടെ നിന്ന് ബെൽഗാമിലേക്കും അതായിരുന്നു റൂട്ട്. അക്കേഷ്യയുടെ 300 കഷണം ലോഡുമായാണ് അർജുൻ തിരിച്ചു വരുന്നത്. ഉത്തര കന്നഡ ജില്ലയിലെ അങ്കോള താലൂക്കിലെ ഷിരൂർ ഗ്രാമത്തിലൂടെ കടന്നുപോകുന്ന പൻവേൽ കന്യാകുമാരി ദേശീയപാത. ഈ ഷിരൂർ കുന്നിന്റെ ഓരത്തായി ദീർഘദൂരം യാത്ര ചെയ്തു വരുന്ന ലോറി ഡ്രൈവർമാരും മറ്റു സഞ്ചാരികളും ഞാനിപ്പോൾ ഇരിക്കുന്ന ലക്ഷ്മണ ബൊമ്മയുടെ കടയുടെ മുന്നിൽ വിശാലമായ ഈ സ്ഥലത്ത് അവർ വിശ്രമിക്കാറുണ്ട്. പുഴയിൽ നിന്ന് കാഴ്ചകൾ കാണാം. പുഴയ്ക്കപ്പുറം മറ്റൊരു ഗ്രാമമാണ് ഉൾവരെ. ആ ഗ്രാമത്തിന്റെ തീരത്ത് മത്സ്യത്തൊഴിലാളികൾ ധാരാളമുണ്ട്. മനോഹരമായ കാഴ്ചയാണ്. നദിയുടെ ഭാഗത്തായി 47-കാരനായ ലക്ഷ്മൺ നായിക്കും ഭാര്യ ശാന്തിയും നടത്തുന്ന ചായക്കടയുണ്ട്. ലക്ഷ്മണന്റെ വീടും കടയ്ക്ക് തൊട്ടടുത്താണ്. ജൂലൈ 16-ാം തീയതി ചൊവ്വാഴ്ച 3:50 അർജുൻ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ലക്ഷ്മണയ്യയുടെ ചായക്കടയുടെ തൊട്ടു മുന്നിൽ വിശാലമായൊരു പാർക്കിംഗ് സ്പേസിലെത്തുന്നു. അവിടെ കിടന്നുറങ്ങുന്നു. 5:30 സുഹൃത്ത് വന്ന് വിളിക്കുന്നു. അപ്പോഴും സുഖനിദ്രയിലാണ്. ചില്ലുകളെല്ലാം പൊക്കിയിട്ട് ഭാരത് ബെൻസിന്റെ ലോറിയിലാണ് കിടന്നുറക്കുന്നത്. അർജുനെ അവസാനമായി കണ്ട ലോറി ഡ്രൈവറും ഈശ്വരമംഗലം സ്വദേശിയായ സവാദ് പറയുന്നത് 5:30-ക്കും അർജുനെ അവിടെ സ്പോട്ട് ചെയ്തു എന്നാണ്. ഇവരൊരുമിച്ചാണ് ബൽഗാവിയിലെ രാംനഗറിൽ നിന്ന് ലോഡ് എടുത്ത് യാത്ര തുടങ്ങിയത്. മഴ പെയ്യുന്നത് കാരണം അത് പറയാനാണ് സവാദ് ലോറി നിർത്തി അർജുനെ വിളിച്ചത്. അപ്പോൾ സമയം പുലർച്ചെ 5:30. 3:50-നെത്തി ഉറങ്ങാൻ കിടന്ന് അർജുൻ ഗാഠനിദ്രയിലാണ്ടിരുന്നു. ലോറിയിൽ മുൻഭാഗം എല്ലാ ചില്ലുകളും പൂട്ടി സുഖനിദ്രയിലായിരുന്നു അർജുൻ. സവാദിന്റെ വിളി കേട്ടില്ല. സമയം 8:33. പൊടുന്നനെ ഷിരൂർ കുന്നിടിഞ്ഞു. സുനാമി പോലെ വെള്ളമുയർന്ന് 280 മീറ്ററോളം വീതിയുള്ള ഗംഗാവലി പുഴയ്ക്ക് മറുകരയിലുള്ള ഗ്രാമത്തിലേക്ക് വീശിയെടുക്കുന്നു. 3 വീടുകൾ അപ്പാടെ തകർന്നു.